CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കാണെങ്കിൽ ഇന്നൊരു സുഖമില്ലാത്ത ദിവസമാണ്. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് എണീക്കുമ്പോൾ ഇങ്ങനെ തലയേറ്റിയിട്ട് വീഴാൻ പോണ മാതിരിയാണ്. മിക്ക ആളുകൾക്കും ഉണ്ടെന്ന് പറയുന്നതൊക്കെ ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം. അത് ഒരു വല്ലാത്ത ഒരു വൃത്തികെട്ട സൂക്കട് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുമാതിരി ഒരു വൃത്തികെട്ട സൂക്കടാണത്. ആൾക്കാർക്ക് ഇന്ന് അസുഖം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അസുഖമിട്ടില്ലേ ഇനിയും. എന്നാൽ മനുഷ്യനെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഇയർ ബാലൻസ് വന്നാൽ. അത് വന്നവർക്കറിയാം അത്. അപ്പോൾ ഇന്നിപ്പോൾ 2-3 ദിവസമായി കുറേശ്ശെ അങ്ങനെ തുടങ്ങിയിട്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഹാലിലിരിക്കുക. പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്ന്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങാനൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഇയർ ബാലൻസ് അനുഭവിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് അതിന് ചെയ്യാമെന്നൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടാൽ എനിക്കും കൂടി അതൊക്കെ ഒന്ന് നോക്കായിരുന്നു എന്നല്ല, നമുക്കൊന്ന് അറിയാലോ. ഇത് തീരെ ചില സമയങ്ങളിൽ തീരെ നമുക്ക് പറ്റില്ല ഇയർ ബാലൻസ് വന്നു കഴിഞ്ഞാൽ. കാണുന്നവർക്ക് ഒരസുഖമില്ല, കിടന്നിട്ട് എണീക്കാൻ പറ്റില്ല, അപ്പോഴത്തേനും തലയിറ്റലായി, ചിലപ്പോൾ ഛർദി വരും. മിക്ക പ്രാവശ്യം ഛർദി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓർമ്മ പോവുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും. എന്നാലും അതൊക്കെ കൊണ്ട് നടക്കുക തന്നെ നമ്മളല്ലേ, അല്ലാണ്ട് എന്താ ചെയ്യല്ലേ. എല്ലാം ഒക്കെ ശരിയാവും. അപ്പോൾ നിങ്ങളുടെ ഇയർ ബാലൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും. എന്നാൽ എല്ലാവർക്കും അതൊരു അറിയാലോ. നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കടച്ചിലാവും, ഇവിടെയൊക്കെ ഭയങ്കര കടച്ചിലാണ്. അപ്പോൾ ഇന്നിങ്ങനെ വയ്യാണ്ടിരുന്നപ്പോൾ നിങ്ങളായിട്ടൊന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് വന്നു. ഇയർ ബാലൻസ് അനുഭവിക്കുന്ന ആൾക്കാർ അവരവരുടെ അഭിപ്രായങ്ങൾ, അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ അതിനെന്താ ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യുന്നത് എല്ലാം പറഞ്ഞാൽ നമുക്കതൊക്കെ നമ്മളെക്കൊണ്ട് കുഴപ്പമില്ലാത്ത ട്രീറ്റ്മെൻറ്റുകൾ. എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ പലതും ചെയ്താൽ പല വിഷയങ്ങളും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് വന്നോന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത് കാരണം ഒന്നും ഒരു സുഖമില്ല. ഓക്കേ.